മോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് നിരന്തരം വിവാദങ്ങളും സംഘർഷങ്ങളും ഉണ്ടായിരുന്ന മേഖലയായിരുന്നു ജമ്മു കാശ്മീർ. ഒരു രാഷ്ട്രത്തിൽ ശക്തനായ ഒരു ഭരണാധികാരി ഉണ്ടെങ്കിൽ ഏത് സംഘർഷ മേഖലയും സമാധാനത്തിൽ എത്തിക്കാമെന്ന് മോദി സർക്കാർ ഭാരതത്തിന് കാണിച്ചു തന്നു. അദ്ദേഹത്തിന്റെ ഓരോ പ്രവൃത്തികൾക്കും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകും. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള അദ്ദേഹത്തിന്റെ പ്രവൃത്തികളാണ് രാഷ്ട്രീയ എതിരാളികൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ദൂരത്തിൽ അദ്ദേഹത്തെ എത്തിച്ചതെന്ന് നിസ്സംശയം പറയാം. 50 കൊല്ലം രാജ്യം ഭരിച്ച ഒരു പാർട്ടിയും തൊടാൻ പേടിച്ച കാശ്മീരിലെ പ്രത്യേക പദവി എടുത്തു കളഞ്ഞതും പകരം വികസനത്തിന്റെ പുതിയ സാധ്യതകൾക്ക് തുടക്കം കുറിച്ചതും ഇതേ ഭാരത സർക്കാർ തന്നെയായിരുന്നു. ആർട്ടിക്കിൾ 320 കാശ്മീർ ലഭിച്ച പ്രത്യേക പദവി എടുത്തു കളഞ്ഞതിലൂടെ പുതിയ വികസന കുതിപ്പിനാണ് അത് വഴി തെളിയിച്ചത്. സ്വാതന്ത്ര്യത്തിന് ശേഷം വെറും 15,000 കോടി രൂപയുടെ വികസനം മാത്രമാണ് കാശ്മീരിൽ നടന്നിട്ടുള്ളൂ. എന്നാൽ 2014 ശേഷം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 50,000 കോടിക്ക് മുകളിലാണ് കാശ്മീരിലെ വികസനത്തിനായി ഭാരത സർക്കാർ മാറ്റിവെച്ചത്. ജനാധിപത്യ കാര്യത്തിലും വികസന കാര്യത്തിലും ഒരുപോലെ മറ്റ് സംസ്ഥാനങ്ങൾക്കെല്ലാം മാതൃകയാകുന്ന ഒരു സംസ്ഥാനമായി ജമ്മു കാശ്മീരിനെ മാറ്റിയെടുക്കുന്നതിന് മോദി സർക്കാർ സാധിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കിയ 3 ഡീകളായിരുന്നു കാശ്മീരിനെ മറ്റൊരു തലത്തിലെത്തിച്ചത്. ഡെവലപ്മെന്റ്, ഡെലിമിറ്റേഷൻ, ഡോംസിൽ. 2022 വിവിധ ജലസേചന പദ്ധതികൾ, സോളാർ പദ്ധതികൾ, ടണൽ നിർമ്മാണം, റോഡ് നിർമ്മാണം എന്നിവയ്ക്കായി 20,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് അന്ന് തുടക്കമിട്ടിരുന്നു. വികസന കുതിപ്പിന്റെ മറ്റൊരു അടയാളമാകാൻ പോവുകയാണ് 272 കിലോമീറ്റർ ഉദ്ധംപൂർ ശ്രീനഗർ ബരാമുള്ള റെയിൽവേ ലിങ്ക്. 2025 ഇത് പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വികസനങ്ങളെല്ലാം ഏറെ സഹായിക്കുന്നത് ജമ്മു കാശ്മീരിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് തന്നെയായിരിക്കും. സി ന്യൂസ്, കോഴിക്കോട്.